Today we are going to learn about assessment and evaluation in education, the purposes of evaluation and factors to be considered for successful assessment. This is part of the Unit 1 Perspectives on Assessment and Evaluation of the paper Edu 08 Assessment in Education. ആദ്യമൊക്കെ ഈ പേപ്പർ മെഷർമെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ എന്നായിരുന്നു അറിയപ്പെട്ടിരുന്നത്. പിന്നീട് അതിന് ഇവാലുവേഷൻ ഇൻ എഡ്യൂക്കേഷൻ എന്നും ആൻഡ് ഫൈനലി നൗ ഇറ്റ് ഈസ് നോൺ ആസ് അസസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. നമ്മൾ കാണുന്നതെന്ന് പറഞ്ഞാൽ കാലഘട്ടം അനുസരിച്ച് ഇതിനെ മെഷർമെൻ്റ് എന്നും ഇവാലുവേഷൻ എന്നും അസസ്മെൻ്റ് എന്നൊക്കെ വിളിച്ചിരുന്നു. അപ്പോൾ ഈ ടേംസ് എല്ലാം തന്നെ റിലേറ്റഡ് ആണ്. സോ ബിഫോർ മൂവിങ് ഓൺ ടു അസസ്മെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ വിൽ സീ വാട്ട് ഈസ് മെഷർമെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ വാട്ട് ഈസ് മെഷർമെൻറ്റ്. നമ്മുടെ ചുറ്റുപാടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യാറുണ്ട്. ഡെയിലി ലൈഫിൽ നമ്മൾ പല ആസ്പെക്റ്റിനെ ബേസ് ചെയ്ത് മെഷർമെൻറ്റ് കണ്ടക്ട് ചെയ്യാറുണ്ട്. യു മെഷർ യുവർ ഹൈറ്റ്, യുവർ വെയ്റ്റ്, measure the daily temperature, measure rainfall, and so many things are done using measuring process. മെഷർമെൻറ്റ് എന്ന പ്രോസസ്സ് എന്താണെന്ന് ക്ലിയറായിട്ട് മനസ്സിലാകാൻ വേണ്ടി നമുക്ക് ഒരു ത്രാസിൽ നമ്മളൊരു മാസ് മെഷർ ചെയ്യുന്നതായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. അപ്പോൾ മാസിനെ മെഷർ ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാനിൽ നമുക്ക് മെഷർ ചെയ്യേണ്ട സാധനം എന്താണോ അത് പ്ലേസ് ചെയ്യും, മറ്റേ പാനിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള വെയ്റ്റ്സ് പ്ലേസ് ചെയ്യുകയും ചെയ്യുന്നു. സോ യു ആർ കമ്പയറിങ് ദ ക്വാണ്ടിറ്റി വിച്ച് യു വോണ്ട് ടു മെഷർ വിത്ത് എ നോൺ സ്റ്റാൻഡേർഡ് ക്വാണ്ടിറ്റി. സോ നമ്മളൊരു മെഷർമെൻ്റ് എന്ന പ്രോസസ്സ് അവിടെ ചെയ്യുന്ന സമയത്ത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു സ്റ്റാൻഡേർഡ് വെയ്റ്റിന് ആയിട്ട് കമ്പയർ ചെയ്താണ് നമുക്ക് ആവശ്യമുള്ള ക്വാണ്ടിറ്റി നമ്മൾ മെഷർ ചെയ്യും. ഇപ്പോൾ അതൊരു 5 കിലോ ഉണ്ടെന്ന് പറയുമ്പോൾ നമ്മളവിടെ ഒരു ന്യൂമറിക്കൽ നമ്പർ അവിടെ അതിന് അസൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്, ഒരു സ്റ്റാൻഡേർഡ് യൂണിറ്റ് അല്ലെങ്കിൽ ക്വാണ്ടിറ്റിയെ ബേസ് ചെയ്തിട്ട്. സോ മെഷർമെൻറ്റ് ഇസ് എ പ്രോസസ് ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു എ സെറ്റ് ഓഫ് പേഴ്സൺസ് ഓബ്ജക്റ്റ് അക്കോർഡിംഗ് ടു സർട്ടൻ എസ്റ്റാബ്ലിഷ്ഡ് റൂൾസ്. അതേപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു ലെങ്ത് മെഷർ ചെയ്യുന്നു, കടയിൽ പോയി തുണി വാങ്ങുമ്പോഴത്തേക്കും ആ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മീറ്റർ റൂളിനെ ബേസ് ചെയ്തിട്ടാണ്, ആ റൂൾ എത്ര ടൈംസ് ആണോ അതിനെ ബേസ് ചെയ്താണ് നമ്മൾ ക്ലോത്ത് മെഷർ ചെയ്ത് വാങ്ങിക്കുന്നത്. സോ ദാറ്റ് ഈസ് എ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ദ ക്വാണ്ടിറ്റി ഓഫ് സംതിങ്. ഒരു സാധനം എത്രമാത്രം ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സാണ് മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ. ഇത് നമ്മൾ നോർമലായിട്ടുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് മെഷർ ചെയ്യുന്ന കേസിൽ, എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റിൽ വരുമ്പോഴത്തേക്കും ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് എക്സ്പ്രസിങ് ഇൻ ക്വാണ്ടിറ്റേറ്റീവ് ടേംസ് the degree to which a pupil possess a given characteristics. ഒരു കുട്ടിക്ക് അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റിന് എത്രമാത്രം ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ട് എന്ന് നമ്മൾ അളക്കുന്ന പ്രോസസ്സിനെയാണ് മെഷർമെൻ്റ് എന്ന് പറയുന്നത്. അപ്പം ആ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും ആകാം. ഇൻ്റലിജൻസ് ആകാം, പേഴ്സണാലിറ്റി ആകാം, ആറ്റിറ്റ്യൂഡ് ആകാം, ഇൻട്രസ്റ്റ് ആകാം. ആൻഡ് സോ ദാറ്റ് ഇസ് എ പ്രോസസ് ഓഫ് മെഷർമെൻറ്റ് ഇൻ എഡ്യൂക്കേഷൻ. ആ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള കാര്യങ്ങളെ നമുക്ക് മെഷർ ചെയ്യാമെന്ന് പറയുന്നത് അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഈസിയർ ടു മെഷർ യൂസിങ് എ സ്റ്റാൻഡേർഡ് ടൂൾ. ഒരു ടൂൾ യൂസ് ചെയ്ത് നമുക്ക് പെട്ടെന്ന് മെഷർ ചെയ്യാൻ പറ്റും. ബട്ട് the process of measuring these characteristics in education is a very complex process. So next we'll see the related term assessment. Assessment എന്ന് പറയുമ്പോഴത്തേക്കും അത് നമ്മൾ മെഷർമെൻറ്റിൽ നമ്മൾ ആ ക്വാണ്ടിറ്റി മെഷർ ചെയ്യുന്ന മാത്രം പ്രോസസ്സാണ് ചെയ്യുന്നതെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്യും, അതിൽ നിന്ന് ഇൻഫറൻസസ് ഡ്രോ ചെയ്യും, അതിനെ ഇവാലുവേറ്റ് ചെയ്യും ചെയ്യുന്ന എല്ലാ പ്രോസസ്സും കൂടെ ചേർന്ന് വിളിക്കുന്ന പേരാണ് അസസ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. സോ ഇറ്റ്സ് എ സിസ്റ്റമാറ്റിക് പ്രൊസീജിയർ ഫോർ കളക്ടിങ് ഇൻഫർമേഷൻ ദാറ്റ് ക്യാൻ ബി യൂസ് ടു മേക്ക് ഇൻഫറൻസസ് അബൌട്ട് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പീപ്പിൾ ഓർ ഓബ്ജക്ട്സ്. അപ്പോൾ ഓബ്ജക്ട്സിനെ അല്ലെങ്കിൽ പീപ്പിളിനെ കുറിച്ച് നമുക്കൊരു ഇൻഫറൻസ് അല്ലെങ്കിൽ നമുക്കൊരു ഇവാലുവേഷൻ നടത്താനായിട്ട് നമ്മൾ ഇൻഫർമേഷൻ കളക്ട് ചെയ്യും, അതിനെ അനലൈസ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറഞ്ഞത്. ഇൻ എഡ്യൂക്കേഷൻ കോണ്ടെക്സ്റ്റ് ഇറ്റ് ബിക്കംസ് ദ അസസ്മെൻറ്റ് ഓഫ് നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ്, ബിലീഫ്സ് എക്സെട്ര. അപ്പം എഡ്യൂക്കേഷണൽ അസസ്മെൻറ്റ് ഇസ് ദ പ്രോസസ് ഓഫ് ഡോക്യുമെൻറ്റിങ് usually in measurable terms, that is knowledge, skills, attitudes and beliefs. So educational assessment is a qualitative and quantitative process of documenting students' knowledge, skills and attitudes. അപ്പം അസസ്മെൻ്റ് എന്ന് പറയുന്ന പ്രോസസ്സ് ചെയ്യുമ്പോൾ നമ്മൾ മെയിനായിട്ട് ക്വാണ്ടിറ്റേറ്റീവായിട്ട് മെഷേഴ്സ് അഡോപ്റ്റ് ചെയ്യാറുണ്ട്, അതിനോടൊപ്പം തന്നെ ക്വാളിറ്റേറ്റീവായിട്ട് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. സോ അത് ക്വാണ്ടിറ്റേറ്റീവാണ്, ക്വാളിറ്റേറ്റീവാണ്. നമ്മൾ അതിനെ ഡോക്യുമെൻറ്റ് ചെയ്ത് സ്റ്റുഡൻസിൻ്റെ നോളജ്, സ്കിൽസ്, ആറ്റിറ്റ്യൂഡ്സ് മെഷർ ചെയ്യും. ഇറ്റ് ക്യാൻ ബി ബേസ്ഡ് ഓൺ or it can focus on an individual learner as well as a community learning. ഒരു പർട്ടിക്കുലർ സ്റ്റുഡൻറ്റിനെ ബേസ് ചെയ്തും ആകാം, അല്ലെങ്കിൽ ഹോൾ ഗ്രൂപ്പ് ഓഫ്
സ്റ്റുഡൻസ് ആകും. ഒരു ക്ലാസ് അല്ലെങ്കിൽ സ്കൂളിനെ ബേസ് ചെയ്തും നമുക്ക് അസസ്മെൻറ്റ് നടത്താം. ആൻഡ് മെഷറിംഗ് ആൻഡ് ആട്രിബ്യൂട്ടിംഗ് values about learners regarding their capabilities and experiences within the context of education and learning. So അസസ്മെൻറ്റ് നടത്തുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, അവരുടെ കേപ്പബിലിറ്റീസ്, അവരുടെ ക്വാളിറ്റീസ്, അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ നമ്മൾ മെഷർ ചെയ്യുകയും അതിനെ ആട്രിബ്യൂട്ട് ചെയ്യുകയും ചെയ്യും വാല്യൂസ്. ദാറ്റ് മീൻസ് യു മെഷർ ആൻഡ് ഫൈൻഡ് ദ ക്വാളിറ്റീസ് ആൻഡ് ഹൗ ഫാർ ദേ ആർ പൊസസിങ് ദാറ്റ് ക്വാളിറ്റീസ് എന്നുള്ളത് നമ്മൾ അവർക്ക് ആട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാറുണ്ട്. സോ ഇറ്റ് ഈസ് എ മെത്തേഡ് ഓഫ് ഫോർമലി ഡിറ്റർമിനിങ് എ സ്റ്റുഡൻറ്റ് സ്റ്റാൻഡിങ് ഇൻ റിലേഷൻ ടു എഡ്യൂക്കേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻട്രസ്റ്റ്. ആ കുട്ടി എത്രമാത്രം ഒരു കാര്യം പഠിച്ചു എന്നോ അല്ലെങ്കിൽ ആ കുട്ടിക്ക് ഈ ഒരു ക്യാരക്ടറിസ്റ്റിക്സ്, ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ആറ്റിറ്റ്യൂഡ് എത്രമാത്രം ഉണ്ടെന്ന് ഡിറ്റർമിൻ ചെയ്യാനായിട്ട് നമ്മൾ അസസ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. സോ ഇൻ ദിസ് പേപ്പർ യുവർ മെയിൻ ഫോക്കസ് ഇസ് ഓൺ അസസ്മെൻറ്റ്. നമ്മൾ അസസ്മെൻറ്റും മെഷർമെൻറ്റും എന്താണെന്ന് കേട്ടു. അപ്പോൾ അതിനോടൊപ്പം റിലേറ്റ് ചെയ്ത് വരുന്ന ഒരു ടേമാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞ്. ഇവാലുവേഷൻ ഇസ് എ പ്രോസസ് ഓഫ് ജഡ്ജിങ് ഓർ കാൽക്കുലേറ്റിംഗ് ദ ക്വാളിറ്റി, ഇമ്പോർട്ടൻസ് ഓർ വാല്യൂ ഓഫ് സംതിങ്. ഒരു കാര്യത്തിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ് അല്ലെങ്കിൽ വാല്യൂ ഡിറ്റർമിൻ ചെയ്യുന്ന പ്രോസസ്സിനാണ് ഇവാലുവേഷൻ എന്ന് പറഞ്ഞത്. ഇപ്പം നമുക്ക് അറിയാം, നമുക്ക് കുട്ടികളുടെ ഹൈറ്റും വെയ്റ്റും ഒക്കെ മെഷർ ചെയ്യാൻ പറ്റും. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ പല മാസങ്ങളിലും നമ്മൾ ഡോക്ടറിനെ കാണാൻ പോകുമ്പോൾ ആ കുട്ടിയുടെ വെയിറ്റ് നമ്മൾ മെഷർ ചെയ്യാറുണ്ട്. അപ്പോൾ ആ വെയിറ്റ് മെഷർ ചെയ്യുന്ന പ്രോസസ്സിൽ ആ ഒരു പ്രോസസ്സ് അത് റെക്കോർഡ് ചെയ്യുന്നതെല്ലാം അസസ്മെൻറ്റിൻ്റെ പാർട്ടാണ്. ആൻഡ് ദ ഡോക്ടർ ഇവാലുവേറ്റ്സ് based on the measurement of the weight of the child whether the growth ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ചൈൽഡ് ഇസ് പ്രോപ്പർ. അപ്പോൾ ആ കുട്ടി പ്രോപ്പറായിട്ടാണോ വളരുന്നത് ഇല്ല എന്നുള്ളത് ആ ഒരു മെഷർമെൻറ്റിനെ ബേസ് ചെയ്ത് ഡോക്ടർ എന്ത് ചെയ്യും, അത് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ അതിൻ്റെ ക്വാളിറ്റി എന്താണെന്നുള്ളത് ഡിറ്റർമിൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. നമ്മൾ കടയിലൊരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ അത് മെഷർ ചെയ്ത് വാങ്ങിക്കുന്നത് വേറൊരു പ്രോസസ്സ്. പക്ഷേ അത് നല്ലതാണോ ഇല്ലയോ എന്ന് നമ്മൾ അതിൻ്റെ ക്വാളിറ്റി ഡിറ്റർമിൻ ചെയ്താണ് വാങ്ങുന്നത്. അപ്പോൾ അത് ഇവാലുവേഷൻ എന്നുള്ളൊരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഇസ് വാല്യൂ ജഡ്ജ്മെൻറ്റ് ബേസ്ഡ് ഓൺ യുവർ ഒബ്സർവേഷൻ, പെർഫോമൻസ് ടെസ്റ്റ് ഓർ ഇൻഡീഡ് എനി ഡേറ്റ. നമ്മൾ പല ഡേറ്റയെ ബേസ് ചെയ്തിട്ട് നമ്മൾ ഒരു വാല്യൂ ജഡ്ജ്മെൻറ്റ് കണ്ടക്ട് ചെയ്തിട്ട് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും വെദർ ദാറ്റ് തിങ് ഇസ് ഗുഡ് ഓർ ബാഡ് എന്നുള്ളത്. വാല്യുവേറ്റഡ് ബൈ പ്ലേസിങ് എ മീനിങ് ഇൻ ഇറ്റ് റിലേറ്റഡ് ടു എ സ്റ്റാൻഡേർഡ് നോം ഓർ സം അതർ സിറ്റുവേഷൻ. അപ്പം യൂഷ്വലി നമ്മൾ ഇവാലുവേഷൻ നടത്തുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു കുട്ടിയുടെ വളർച്ചയെക്കുറിച്ച് പറഞ്ഞു. അപ്പോൾ അതൊരു സ്റ്റാൻഡേർഡായിട്ടൊരു നോമുണ്ട്. ഒരു വയസ്സായ കുട്ടിക്ക് ഇത്ര വെയിറ്റ് ഉണ്ടാകണം, ആ കുട്ടിയുടെ സിംറ്റംസ് ഇതൊക്കെ ആയിരിക്കണം, ആ കുട്ടിയുടെ ബിഹേവിയർ ഇങ്ങനെ ആയിരിക്കണം, ഇതിൻ്റെയൊക്കെ ബേസിസിലായിരിക്കും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഒരു സാധനം വാങ്ങിക്കാൻ പോകുമ്പോൾ നമുക്കത് കാണുമ്പോൾ അറിയാം അതിങ്ങനെ ആണെങ്കിൽ ഇതാണ്. ഇപ്പോൾ ഫ്രൂട്ട്സ് ആണെങ്കിൽ അത് കേടായി ഇരിക്കുവാണെങ്കിൽ നമുക്കത് കാണുമ്പോൾ മനസ്സിലാവും. അപ്പം നമ്മുടെ മനസ്സിലൊരു റിലേറ്റീവ് ആയിട്ടുള്ളൊരു സ്റ്റാൻഡേർഡ് നോമിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കൂടുതലും ഇവാലുവേഷൻ കണ്ടക്ട് ചെയ്യുന്നത്. ഇൻ ടേംസ് ഓഫ് എഡ്യൂക്കേഷൻ, NCERT കൺസിഡേഴ്സ് എഡ്യൂക്കേഷണൽ ഇവാലുവേഷൻ ആസ് എ പ്രോസസ് ഓഫ് ഡിറ്റർമിനിങ് ഫസ്റ്റ് വൺ the extent to which an objective has been attained, and second the effectiveness of the learning experiences provided in the classroom. നമ്മൾ ക്ലാസ് റൂമിൽ പ്രൊവൈഡ് ചെയ്യുന്ന ലേണിംഗ് എക്സ്പീരിയൻസസ് എത്രമാത്രം ഇഫക്റ്റീവ് ആണെന്നും അതിലൂടെ നമ്മൾ ഉദ്ദേശിച്ച ലക്ഷ്യങ്ങൾ എത്രമാത്രം നമുക്ക് നേടാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ ബേസിസിലാണ് എഡ്യൂക്കേഷണൽ ഇവാലുവേഷനെ NCERT ഡിഫൈൻ ചെയ്യുന്നത്. ഇവാലുവേഷൻ, മെഷർമെൻറ്റ്, അസസ്മെൻറ്റ് പോലെ തന്നെ ഇതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന മറ്റൊരു ടേമാണ് ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞ്. സോ ടെസ്റ്റിംഗ് ഇസ് എ പ്രൊസീജിയർ ഇൻ വിച്ച് എ സാമ്പിൾ ഓഫ് എൻ ഇൻഡിവിജ്വൽസ് ബിഹേവിയർ ഇസ് ഒബ്റ്റെയിൻഡ്, ഇവാലുവേറ്റഡ് ആൻഡ് സ്കോർഡ് യൂസിങ് സ്റ്റാൻഡർഡൈസ്ഡ് പ്രൊസീജിയേഴ്സ് ആൻഡ് ടെസ്റ്റ് ആർ ഡിവൈസസ് യൂസ്ഡ് ഫോർ ദിസ്. അപ്പം നമ്മൾ ഒരു ടൂൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഒരു ടെസ്റ്റ് ഉപയോഗിച്ചിട്ട് ഒരു കുട്ടിയുടെ ഒരു സാമ്പിൾ ബിഹേവിയർ, ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സിനെ ബേസ് ചെയ്തിട്ട് ഒരു സാമ്പിൾ ബിഹേവിയർ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ എക്സാമ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് ഉപയോഗിച്ചാൽ ആ കുട്ടിയുടെ ഇൻ്റലിജൻസ് എത്രമാത്രം ഉണ്ടെന്ന് നമ്മൾ കണ്ടുപിടിക്കുമ്പോഴത് കുട്ടിയുടെ മൊത്തം ഇൻ്റലിജൻസ് ഒരിക്കലും റിഫ്ലക്റ്റ് ചെയ്യത്തില്ല. ഒരു സാമ്പിൾ ബിഹേവിയർ മാത്രമാണ് അവിടെ നമുക്ക് അതിലൂടെ അറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മൾ അതിന് യൂസ് ചെയ്യുന്നത് ടെസ്റ്റുകളായിരിക്കും. സോ ടെസ്റ്റ് ഇസ് ദ ഡിവൈസ് യൂസ്ഡ് ഫോർ ടെസ്റ്റിംഗ് പ്രൊസീജിയർ എന്നുള്ളതാണ്. ടെസ്റ്റ് ആർ ടൂൾസ് ദാറ്റ് ക്യാൻ കോൺട്രിബ്യൂട്ട് ഇമ്പോർട്ടൻ്റ്ലി ടു ദ പ്രോസസ് ഓഫ് ഇവാലുവേറ്റിംഗ് സ്റ്റുഡൻസ്. നമ്മുടെ എഡ്യൂക്കേഷണൽ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ഒരുപാടായിട്ട് യൂസ് ചെയ്യുന്നൊരു
ടൂളാണ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ. അച്ചീവ്മെൻറ്റ് ടെസ്റ്റ്, ഇൻ്റലിജൻസ് ടെസ്റ്റ്, പെർഫോമൻസ് ടെസ്റ്റ്, ഇങ്ങനെ പല ടെസ്റ്റുകളും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. മെഷർമെൻറ്റ്, അപ്പോൾ ഇതുവരെ നമ്മൾ കണ്ടതിൽ മെഷർമെൻ്റ് എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിക്ക് എത്രമാത്രം ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളത്. അപ്പോൾ അത് ലിമിറ്റഡ് ആണ്, ക്വാണ്ടിറ്റേറ്റീവായിട്ട് റിലേറ്റഡ് ആണ്. മെഷർമെൻറ്റ് ഓൺ ദ അതർ ഹാൻഡ് ഇസ് ലിമിറ്റഡ് ടു ദ ക്വാണ്ടിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്യൂപ്പിൾ ബിഹേവിയർ. ആൻഡ് ഇവാലുവേഷൻ എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് എ മോർ കോംപ്രിഹെൻസീവ് ടേം വിച്ച് ഇൻക്ലൂഡ്സ് മെഷർമെൻറ്റ് ആൻഡ് ടെസ്റ്റിംഗ് ആൻഡ് ക്വാളിറ്റേറ്റീവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്യൂപ്പിൾ ബിഹേവിയർ. അപ്പം നമുക്ക് ഇവാലുവേഷൻ നടത്തണമെങ്കിൽ എന്തായിരിക്കണം, ഓൾറെഡി ഒരു മെഷർമെൻറ്റ് ഉണ്ടായിരിക്കണം. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മളൊരു ക്വാളിറ്റേറ്റീവ് ആയിട്ടുള്ളൊരു ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്നത്. ഈ എല്ലാ പ്രോസസ്സും, അതായത് മെഷർമെൻറ്റ്, ടെസ്റ്റിംഗ്, ഇവാലുവേഷൻ എല്ലാം ചേർത്ത് അതിനെ ഡോക്യുമെൻ്റ് ചെയ്യുകയും അതിൽ നിന്ന് ഇൻഫറൻസസ് ഡ്രോ ചെയ്യുകയും ചെയ്യുന്ന പ്രോസസ്സിനെയാണ് നമ്മൾ അസസ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് അസസ്മെൻറ്റ് എന്താണെന്ന്, ഇവാലുവേഷൻ എന്താണെന്ന്, മെഷർമെൻറ്റ് എന്താണെന്നൊക്കെ കണ്ടു. പണ്ടാണെങ്കിൽ മെഷർമെൻറ്റും ഇവാലുവേഷനും തമ്മിൽ ഡിഫറൻസസ് ചോദിക്കുമായിരുന്നു. സോ നൗ ദ മോർ ഫോക്കസ് ഇസ് ഓൺ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. നമ്മൾ ഇൻ്റർചേഞ്ചബിൾ ആയിട്ട് ഈ ടേംസ് രണ്ടും യൂസ് ചെയ്യുമെങ്കിലും ദർ ഇസ് ടെക്നിക്കലി ഡിഫറൻസസ് ബിറ്റ്വീൻ അസസ്മെൻറ്റ് ആൻഡ് ഇവാലുവേഷൻ. സോ വിൽ സീ ദ ഡിഫറൻസസ്. അസസ്മെൻറ്റ് ഇസ് എ ഫോർമേറ്റീവ് പ്രോസസ്സ്, ഒരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. അത് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പക്ഷേ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ അസസ്മെൻറ്റും മെഷർമെൻറ്റും എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നടത്തുന്ന ഒരു പ്രോസസ്സാണ്. സോ ഇറ്റ് ഇസ് എ ഫൈനൽ പ്രോസസ് ടു ഗേജ് ദ ക്വാളിറ്റി ഓഫ് സംതിങ് ആൻഡ് ഇറ്റ് ഇസ് സമ്മേറ്റീവ്. ആൻഡ് അസസ്മെൻറ്റ് ഒരു പ്രോസസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു കാര്യമാണ്. എങ്ങനെയാണ് ലേണിംഗ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മുടെ അവിടെ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. ഇവാലുവേഷൻ അറ്റ് ദ സെയിം ടൈം ഇസ് പ്രോഡക്റ്റ് ഓറിയൻറ്റഡ്. നമുക്ക് കുട്ടി എത്രമാത്രം പഠിച്ചു കഴിഞ്ഞു എന്നുള്ളത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യാറുള്ളത്. ആൻഡ് അസസ്മെൻറ്റ് ഒരു ഡയഗ്നോസ്റ്റിക് പ്രോസസ്സാണ്, കുട്ടിയുടെ ഇംപ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ്. വൈൽ ഇവാലുവേഷൻ ഇസ് ജഡ്ജ്മെൻറ്റൽ ഇൻ നേച്ചർ, ദാറ്റ് ഇസ് യു ജഡ്ജ് ദ ഓവറോൾ performance of the student, and assessment focuses on immediate teaching learning outcomes. അപ്പം ഒരു ഓൺഗോയിങ് പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ, ഫോർമേറ്റീവ് നേച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് അപ്പം നടക്കുന്ന ടീച്ചിങ് ലേണിംഗ് പ്രോസസ്സിലെ ഔട്ട്കംസ് ആയിരിക്കും നമ്മൾ കൂടുതലായിട്ട് അസസ്മെൻറ്റിൽ ഫോക്കസ് ചെയ്യുന്നത്. ബട്ട് ഇവാലുവേഷൻ ഫൈനലി ലാസ്റ്റ് നടക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് യു മെയിൻലി ഫോക്കസ് ഓൺ ദ ഗ്രേഡ്സ് ഓർ ദ മാർക്സ് ഓഫ് ദ സ്റ്റുഡൻസ്. The next difference is assessment helps to drive instruction. അപ്പോൾ ഇൻസ്ട്രക്ഷണൽ പ്രോസസ്സിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ് അസസ്മെൻറ്റ്. വൈൽ ഇവാലുവേഷൻ ഇസ് യൂസ് ടു റേറ്റ് എ സ്റ്റുഡൻറ്റ്. അസസ്മെൻറ്റ് നേരത്തെ പറഞ്ഞു ഇൻറ്റേർണലി ഡിഫൈൻഡ് ആയിട്ടുള്ള ക്രൈറ്റീരിയൻ ഗോൾസ് ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ ഇവാലുവേഷൻ യൂഷ്വലി എംപ്ലോയ്സ് എക്സ്റ്റേർണലി യൂസ്ഡ് സ്റ്റാൻഡേർഡ്സ് എന്നുള്ളത്. ആൻഡ് അസസ്മെൻറ്റ് ഒരു ഫ്ലെക്സിബിൾ പ്രോസസ്സാണ്. ഇൻറ്റേർണലായിട്ട് നടക്കുന്നതുകൊണ്ട് തന്നെ പ്രോബ്ലംസ് അറൈസ് ചെയ്യുന്ന അനുസരിച്ച് നമുക്കതിൽ ചേഞ്ചസ് വരുത്താനായിട്ട് സാധിക്കും. വൈൽ ഇവാലുവേഷൻ ഒരു എക്സ്റ്റേർണൽ പ്രോസസ്സാണ്. ഇറ്റ് ഈസ് യൂഷ്വലി ഫിക്സ്ഡ് ആൻഡ് ചേഞ്ചസ് ആർ നോട്ട് മെയ്ഡ്. The main goal for assessment is improvement, while for evaluation is to provide reward, success അല്ലെങ്കിൽ failure or punish or pass എന്നുള്ളതാണ്. Assessment focuses or strives for ideal outcomes, while evaluation divide the better from the worse. അസസ്മെൻറ്റിൽ നമ്മൾ ഔട്ട്കംസ് അല്ലെങ്കിൽ നമ്മുടെ ഔട്ട്പുട്ട് അല്ലെങ്കിൽ നമ്മുടെ ഗോൾസിന് ഫോക്കസ് ചെയ്താണ് നമ്മൾ പോകുന്നതെങ്കിൽ ഇവാലുവേഷനിലാണെങ്കിൽ എന്താണ് നല്ലത് എന്താണ് മോശം എന്ന് വേർതിരിക്കാനായിട്ട് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഫൈനലി അസസ്മെൻറ്റ് ഫോക്കസ് ഓൺ ദ ഗോൾസ് ഓഫ് സ്റ്റുഡൻറ്റ് ലേണിംഗ്, while evaluation focuses on the goals of a total educational program. So here in this video we saw what is measurement, what is assessment, what is testing, what is evaluation, and അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു. We'll see that deeper into what is assessment and evaluation in the next video. Thank you.